നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അന്ത്രപ്പൻ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നതാണ് മനസ്സിലാക്കുന്നത്. അന്ത്രപ്പൻ, വിഷ്ണു തലവൂർ പറഞ്ഞത് വെച്ചിട്ട് ഈ സമയം നീണ്ടുപോകാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതായത് അവസാന നിമിഷം പോലും വലിയ സസ്പെൻസ് ആണ് മുന്നിലുള്ളത്. ഹൈക്കമാൻഡ് അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. എന്തായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ ഒരു പക്ഷേ കടുത്ത ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങാനുള്ള സാഹചര്യവുമുണ്ട്. ആര്യ, തീർച്ചയായും ഇന്നലത്തെ ദില്ലിയിലെ യോഗത്തിന് ശേഷം ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് നേരത്തെ പറഞ്ഞിരുന്നത്. ജയറാം രമേശ് തന്നെ ദില്ലിയിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. പക്ഷേ എപ്പോഴാണ് പ്രഖ്യാപനം വരിക, ഇതിൻ്റെ നടപടിക്രമങ്ങൾ എപ്പോഴാണ് പൂർത്തിയാകുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ദില്ലിയിൽ നിന്ന് വിഷ്ണു പറഞ്ഞതുപോലെ നേരത്തെ ഇവിടെ MLA-മാരെ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് കൃത്യം 1 മണിക്കാണ്. MLA-മാർക്കെല്ലാം അതിൻ്റെ അറിയിപ്പ് ഔദ്യോഗികമായി ലഭിക്കുകയും ചെയ്തു. അത് റിലീസായി KPCC ആസ്ഥാനത്ത് നിന്ന് അറിയിപ്പും വന്നതാണ്. പക്ഷേ ഇനി ദീപാദാസ് മുൻഷിയും നിരീക്ഷകരും വരുന്ന കാര്യത്തിൽ എത്ര മണിക്കാണ് കേരളത്തിൽ എത്തിച്ചേരുക, അതിനുശേഷം ദീപാദാസ് മുൻഷിയുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കുമോ പാർലമെൻ്ററി പാർട്ടി യോഗം ചേരുക. പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഇത് അവതരിപ്പിക്കുന്നത് വരെ ഇത് ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ വ്യക്തമാക്കാതെ തുടരുമോ? ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങളിൽ ഇപ്പോഴും ഒരു വിശദീകരണം ഇന്നലെ രാത്രിക്ക് ശേഷം AICCയുടെ ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നോ KPCCയുടെ ഭാഗത്തു നിന്നോ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ പല MLA-മാരുമായി വിളിക്കുമ്പോൾ അവരെ അറിയിച്ചിട്ടുള്ള അറിയിപ്പനുസരിച്ച് പാർലമെൻ്ററി പാർട്ടി യോഗം 1 മണിക്ക് ആരംഭിക്കുമെന്നതാണ്. ഇപ്പോൾ വിഷ്ണു പറയുന്ന പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് എപ്പോഴാണ് തിരിക്കുന്ന സമയം വൈകിട്ടാവുമെങ്കിൽ സ്വാഭാവികമായും പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ഇവർ തന്നെ പങ്കെടുക്കേണ്ടവരാണ്. അങ്ങനെയാണെങ്കിൽ യോഗം വീണ്ടും നീളാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം പോലെ തന്നെ രാത്രി ഏറെ വൈകി KPCC ആസ്ഥാനവും വിവിധ നേതാക്കളുടെ വീടുകളുമൊക്കെ തന്നെ ആൾക്കൂട്ടം കൊണ്ട് നിറയുന്ന അവസ്ഥയിലേക്ക് വീണ്ടും ഒരു ആരവത്തിലേക്കും പ്രതീക്ഷകളിലേക്കും എല്ലാവരും TV സ്ക്രീനിൽ കാത്തിരിക്കുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന ശേഷം വീണ്ടും ജയറാം രമേശ് പറഞ്ഞതുപോലെ പ്രഖ്യാപനമില്ല എന്ന നിലയിൽ മടങ്ങിപ്പോകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. പക്ഷേ KPCCയിൽ നിന്ന് ലോക് ഭവനിലേക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്ക് ഗവർണർ അവിടെ ഉണ്ടോ എന്ന സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് ബന്ധപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് തന്നെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൻ്റെ തീരുമാനം ഐക്യകണ്ഠേന തീരുമാനിച്ചു കഴിഞ്ഞാൽ തുടർന്ന് ലോക് ഭവനിലേക്ക് സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് ഗവർണറെ കാണേണ്ടതുണ്ട്. അത്തരം നടപടികളും KPCC ആസ്ഥാനത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഈ നടപടിക്രമങ്ങൾ മാത്രം ലഭിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ മാധ്യമങ്ങളും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ആകാംക്ഷാഭരിതമായി ജനങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 4-ാം തീയതി ഫലപ്രഖ്യാപനം വരുന്നു. ഇപ്പോൾ 10 ദിവസം പിന്നിട്ടു. 14-ാം തീയതിയായി. ഇന്ന് രാവിലെ തന്നെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൻ്റെ തീരുമാനത്തിന് മുമ്പ് തന്നെ ദില്ലിയിൽ നിന്ന് പ്രഖ്യാപനം വരും. പിന്നെ ഒരു നടപടിക്രമം അനുസരിച്ച് പ്രമേയം പാസാക്കി ലോക് ഭവനെ അറിയിച്ച് മറ്റ് സത്യപ്രതിജ്ഞ അടക്കമുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് ഏവരും കരുതിയിരുന്നത്. പക്ഷേ വീണ്ടും പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ തുടരുന്നു. ഇനി AICCയുടെ നിരീക്ഷകർ കേരളത്തിലേക്ക് എത്തുമ്പോൾ അവർ കൈവശം സൂക്ഷിച്ചിരിക്കുന്ന ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന അവരുടെ കവറിൽ AICC നിന്ന് കൊണ്ടുവരുന്ന ഈ പ്രമേയത്തിൽ ആരുടെ പേരാണ് എഴുതി ചേർത്തിരിക്കുന്നത് എന്ന ആകാംക്ഷ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അത് ഓപ്പൺ ചെയ്ത് MLA-മാർക്ക് മുന്നിൽ പ്രമേയം പാസ്സാക്കുമ്പോൾ മാത്രമായിരിക്കും അത് സംബന്ധിച്ച വിവരങ്ങൾ, വിശദാംശങ്ങൾ പുറത്തു വരിക എന്ന് തന്നെ നമുക്ക് ഈ നിമിഷം കരുതേണ്ടി വരും. പക്ഷേ പലതരത്തിലുള്ള കൂടിയാലോചനകൾ KC-യുമായി ഇപ്പോൾ നടത്തിയ കൂടിക്കാഴ്ച, പക്ഷേ നേതാക്കൾ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കാൻ PD സതീശൻ കൊച്ചിയിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാ നേതാക്കളും പ്രതീക്ഷയിലാണ്. കഴിഞ്ഞ ദിവസത്തെ പോലത്തെ ഒരു അന്തരീക്ഷത്തിലേക്ക് KPCC ആസ്ഥാനം വീണ്ടും പോകുമെന്ന കാര്യം ഉറപ്പാണ്. അണികളെ സംബന്ധിച്ചിടത്തോളം കാത്തിരുന്ന് നിരാശരായ ഒരു അവസ്ഥ കൂടിയുണ്ട്. UDF-ൻ്റെ ഘടകകക്ഷികൾക്ക് കടുത്ത നിരാശയുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇനി പ്രഖ്യാപനം തന്നെയായിരിക്കും. അത് എങ്ങനെയായിരിക്കും, എവിടെ വച്ചായിരിക്കും, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കുമോ പ്രഖ്യാപനം എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇനിയാണ് അറിയേണ്ടത്. ആര്യ, ശരി. തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങളാണ് അന്ത്രപ്പൻ നൽകിയത്. എന്തായാലും ഇനിയുള്ള മണിക്കൂറുകൾ അത് നിർണായകമാണ്. ഇന്ന് തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്.